നമസ്തേ. വാസ്തുശാസ്ത്രം വൃക്ഷങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. ഒരു ഗൃഹപരിസരത്ത് പരിപാലിക്കാവുന്ന വൃക്ഷങ്ങളെപ്പറ്റിയും വ്യക്തമായി സൂചനകൾ നൽകുന്നുണ്ട്. വൃക്ഷങ്ങളുടെ രാജാവാണ് അരയാൽ. ശ്രീബുദ്ധന് ജ്ഞാനോദയമുണ്ടായത് ബോധിവൃക്ഷ ചുവട്ടിലിരുന്നു കൊണ്ടാണെന്നാണ്. അതേപോലെ ശിവന്റെ അംശാവതാരമായ ദക്ഷിണാമൂർത്തി ജ്ഞാനം ഉപദേശിച്ചു കൊടുത്തതും അരയാൽ ചുവട്ടിലിരുന്നു കൊണ്ടാണ്. ഇടിമിന്നൽ മൂലമുണ്ടാകുന്ന വൈദ്യുത കാന്തിക ശക്തികളെ അന്തരീക്ഷത്തിൽ നിന്നും പിടിച്ചെടുത്ത് ഭൂമിയിലെത്തിക്കാനുള്ള കഴിവ് അരയാലിനെ പ്രസിദ്ധമാക്കുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ക്ഷേത്രങ്ങളുടെയും കൊട്ടാരങ്ങളുടെയും പരിസരത്ത് അരയാലിനെ പരിപാലിച്ചു കാണുന്നത്. എന്തിനേറെ പറയുന്നു, നാലാൾ കൂടുന്ന കവലകളിൽ പോലും അരയാലിനെ പരിപാലിച്ചു കാണുന്ന സമ്പ്രദായം ഇത് തന്നെയാണ്. ശനിദോഷ പരിഹാരത്തിന് അരയാൽ പ്രദക്ഷിണം ഉത്തമമാണെന്നാണ് പൂർവികരുടെ കണ്ടെത്തൽ. മൂലതോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണുരൂപിണേ അഗ്രതോ ശിവരൂപായ വിഷരാജായതേ നമഃ എന്ന മന്ത്രം ചൊല്ലി 7 വലം വയ്ക്കണം എന്നാണ് നിയമം. ചുവട്ടിൽ ബ്രഹ്മാവും മധ്യത്തിൽ വിഷ്ണുവും അഗ്രത്തിൽ ശിവനും കുടികൊള്ളുന്നു എന്നാണ് സങ്കല്പം. എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ. ഇങ്ങനെയുള്ള അറിവുകൾ നേടുവാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.